കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെ പിറന്നാൾ ദിവസം രാത്രിയാവുമ്പോൾ നിധിയും സുധീഷും ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് തൻ്റെ സ്നേഹം സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്. ഇത്രയും സ്നേഹമുള്ള ഒരാൾ ജീവിതത്തിൽ നിന്നും മിസ്സാവരുതെന്ന് എനിക്ക് തോന്നി. നിധി ഡിവോഴ്സ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ഡിവോഴ്സ് കിട്ടിയാൽ നമുക്ക് ഈ കുരുക്കിന്ന് രക്ഷപ്പെടാം, രണ്ടുപേർക്കും സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊക്കെ നിധി ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. സത്യത്തിൽ ഈ ഡിവോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു സന്തോഷവും കിട്ടാനില്ല. നിധിയുടെ കൂടെ അല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതം ആലോചിക്കാൻ പോലും പറ്റില്ല. എടോ, താൻ എൻ്റെ ഭാര്യയായിരിക്കുന്നതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. മറ്റൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എടോ, തനിക്ക് എന്നോട് നാച്ചുറലായി ഒരു ഇഷ്ടം തോന്നട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഞാനത് പലപ്പോഴായി തന്നെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിധിക്കത് മനസ്സിലായില്ല. നമ്മുടെ കല്യാണം ഫേക്ക് മാരേജ് ആണെന്ന് നിധി ഓരോ തവണ പറയുമ്പോഴും അതങ്ങനെയല്ലാന്ന് നിധിയോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് റിയൽ കല്യാണം ആവാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു നിധി. പക്ഷേ എന്തോ എനിക്കതിനൊന്നും പറ്റിയില്ല. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടിയായിരുന്നു. താനെങ്ങനെ എന്നോട് റിയാക്ട് ചെയ്യും എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. എന്നാൽ ഇപ്പോൾ ആ പേടിയില്ലേന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. എന്നാലും ആ പേടിയും മനസ്സിൽ വെച്ച് ഒന്നും പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഈ പ്രേമമൊക്കെ ഒറ്റയ്ക്ക് ചുമക്കാന്ന് വെച്ചാൽ വലിയ പാടാടോ. എനിക്കതിന് പറ്റുന്നില്ല. ഈ ശപിക്കപ്പെട്ട ജന്മത്തിൽ വരം കിട്ടിയ പോലെയായിരുന്നു നിധി വന്നത്. എനിക്ക് തന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ലടോ. എൻ്റെ വീടിനെ വീടാക്കി മാറ്റിയത് നിധിയാ. നിധി വന്നപ്പോഴാണ് ഞങ്ങൾ ബന്ധങ്ങളുടെ വില വരെ മനസ്സിലാക്കിയത്. ഓരോ ദിവസവും താൻ എൻ്റെ വീടിനെ ഒരു വീടാക്കി മാറ്റുന്നത് കാണുമ്പോൾ ഞാൻ എത്ര സന്തോഷിച്ചിട്ടുണ്ടെന്നറിയോ? തന്നെ ഒരിക്കലും വിട്ടുകളയരുതെന്നാടോ ഞാൻ ആഗ്രഹിക്കുന്നത്. താൻ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ഞാൻ എത്ര വിഷമിച്ചിട്ടുണ്ടെന്നറിയോ? എനിക്കാകെ ഭ്രാന്ത് പിടിച്ച പോലായിരുന്നു. നിധിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. ഈ ഡിവോഴ്സും പരിപാടിയൊന്നും നമുക്ക് വേണ്ട നിധി. ഞാൻ നിധിയെ സിൻസിയറായിട്ടാണ് സ്നേഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന നിധിയെ കണ്ട് താൻ എന്താടോ ഒന്നും മിണ്ടാതെ എന്നവനും ചോദിക്കുന്നുണ്ട്. സംസാരിച്ച് കഴിഞ്ഞോ എന്നവൾ ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞു എന്നവനും പറയാണ്. ഞാൻ പറഞ്ഞത് മുഴുവൻ നിധി കേട്ടല്ലോ അല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ കേട്ടു എന്നവൾ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലും മറുപടി പറഞ്ഞൂടെ? ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഞാൻ എന്താ കരുതുക എന്നവൻ ചോദിക്കുമ്പോൾ എന്നെ താൻ സ്നേഹിക്കുന്നു എന്നല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, ആദ്യ ദിവസം കണ്ടത് മുതൽ എടോ ഒരിക്കലും പിന്നീട് കാണില്ല എന്ന് കരുതിയവരെ വിധി പരസ്പരം കുരുക്കിയിട്ട കഥയാണ് നമ്മുടേത്. ആ ദിവസം മുതൽ ഇന്നുവരെ നിധിയോടുള്ള ഇഷ്ടം എനിക്ക് കൂടി വന്നിട്ടേ ഉള്ളൂ. ഇത്രയും കാലത്തെ എൻ്റെ പെരുമാറ്റം കൊണ്ട് നിധിക്ക് എന്നോടും കുറച്ചൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും അല്ലേ അല്ലേടോ എന്നവൻ അവളെ നോക്കി ചോദിക്കുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലെങ്കിലും പറഞ്ഞു? നിങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് ഒരു കാരണമെങ്കിലും നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും മനസ്സിലായില്ല എന്ന് സംശയത്തോടെ സുധീഷും പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതിന് അറ്റ്ലീസ്റ്റ് ഒരു കാരണം പറഞ്ഞു തരാവോ? അല്ലെങ്കിലും ഞാൻ എന്തിനാ നിങ്ങളെ സ്നേഹിക്കുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ തന്നെക്കുറിച്ചൊക്കെ ഞാൻ സഹായിച്ചിട്ടില്ലേ? കല്യാണം നടത്തണമെന്ന് പറഞ്ഞു, അതിന് സഹായിച്ചു. തിരുവനന്തപുരത്ത് ജോലി വേണമെന്ന് പറഞ്ഞു, അതിനും സഹായിച്ചു. ഇതൊക്കെ ഞാനും കൂടി സഹായിച്ചിട്ടല്ലേ നടന്നത് എന്നവൻ പറയുമ്പോൾ അത് ശരിയാ, സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദി വേണം, അത് പറയാൻ വേണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പ്രേമിക്കാണോ വേണ്ടത്? അല്ലെങ്കിലും നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡിനെ ഞാൻ എന്തിന് ലവ് ചെയ്യണം എന്നവൾ ചോദിക്കുമ്പോൾ ഫ്രോഡോ എന്നവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എങ്ങോട്ടാ പോയതെന്നറിയോ എന്നവൾ ചോദിക്കുമ്പോൾ എങ്ങോട്ടാ എന്നവനും ചോദിക്കുന്നുണ്ട്. നമ്മുടെ കല്യാണം നടത്തി തന്നില്ലേ ആ പോലീസ് സ്റ്റേഷനിലേക്ക്, നിങ്ങളുടെ ഗോപി പോലീസിനെ കാണാൻ. എപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്താലും അയാൾ എന്തിനു വിളിക്കണം? എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അതുകൊണ്ട് ഞാൻ നേരിട്ട് അങ്ങോട്ട് തന്നെ പോയി. ഗോപി പോലീസ് എല്ലാം എന്നോട് പറഞ്ഞു, തത്ത പറയും പോലെ എല്ലാം പറഞ്ഞു. എന്തൊക്കെ എക്സ്ക്യൂസ് ആയിരുന്നു. കോടതിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും, പോലീസുകാർക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവും, എന്തൊക്കെ നാടകങ്ങളായിരുന്നു. ഓരോ തവണ ഡിവോഴ്സിന് മൂവ് ചെയ്യുമ്പോഴും നിങ്ങൾ പോയി അയാളോട് സംസാരിച്ചിട്ടാ അയാൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ അതങ്ങനല്ലേ നിധി എന്നവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പറഞ്ഞോ, ന്യായീകരിക്കാൻ എപ്പോഴും പോക്കറ്റിൽ ഒരു നുണ ഉണ്ടാവുമല്ലോ എന്നവൾ പറയുമ്പോൾ അതല്ല നിധി, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഡിവോഴ്സ് നടത്താൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതി എന്നവൻ വിഷമത്തോടെ പറയുമ്പോൾ അതെ, ഞാനൊരു കഴുതയാണല്ലോ. ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കോടതിയിൽ നിന്ന് പോലീസുകാരെ വിളിച്ച് അവർ നമ്മളെ വിളിക്കുന്നൊക്കെ താൻ ഒരിക്കൽ എന്നെ വിശ്വസിപ്പിച്ചില്ലേ? ഞാൻ ആ മരക്കഴുത എല്ലാം വിശ്വസിച്ചു. അത് കേട്ട് സുധീഷും അതങ്ങനെ നല്ല നിധി എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടരുത്. ആധാർ കാർഡില്ലാതെ എങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ലേ? അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? അവരതെങ്ങനെയോ ചെയ്തു എന്നല്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ അവർ തന്നെയാ എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നുണ പച്ച കള്ള പറയുന്നേ. എൻ്റെ ആധാർ കൊടുത്തത് നിങ്ങൾ തന്നെയാ. പോലീസുകാർ തന്നെ അതെന്നോട് പറയുകയും ചെയ്തു. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. എല്ലാം ഒരു നാടകമായിരുന്നു. ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു നിങ്ങൾ തക്കലയിലേക്ക് വന്നതും കല്യാണത്തിലേക്ക് എന്നെ കൊണ്ട് ചാടിച്ചതൊക്കെ എന്നൊക്കെ അവൾ വിളിച്ചു പറയുമ്പോഴേക്കും സത്യം അതല്ല നിധി എന്ന് സുധീഷും പറയുന്നുണ്ട്.
സത്യം എന്നൊരു വാക്ക് നിങ്ങൾ ഇനി മിണ്ടിപ്പോയത്, അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നവൾ പറയുമ്പോഴേക്കും, എടോ നിധി, ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? എങ്ങനെയോ കണ്ടുമുട്ടിയ തൻ്റെ കല്യാണം നടക്കാനിരിക്കുമായിരുന്നു എന്ന് ഞാൻ എങ്ങനെ അറിയും? പിന്നെ തൻ്റെ വീട്ടിലേക്ക് ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വന്നത് ഞാനല്ലല്ലോ, തൻ്റെ അച്ഛനല്ലേ അത് പറഞ്ഞത്. പിന്നെ രജിസ്ട്രേഷൻ മുടക്കണമെന്ന് ഞാനാണോ ആവശ്യപ്പെട്ടത്? അതൊന്നും ഇത് തന്നെയല്ലേ? പിന്നെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ വഴി പറഞ്ഞു തന്നു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? അതിന് തന്നെ ഞാൻ ഒരിക്കലെങ്കിലും ഫോഴ്സ് ചെയ്തോ? ഗുണ്ടകൾ തല്ലാൻ വന്നപ്പോൾ നിധിയല്ലേ എൻ്റെ ഈ കൈയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത്. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് ഇതൊക്കെ എൻ്റെ കുറ്റാവുന്നത്? ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നത് ശരി തന്നെയാ. ഇയാളോടുള്ള ഇഷ്ടം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും തന്നെ വിവാഹം കഴിക്കണമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. സത്യമായിട്ടും താൻ എന്നെ ഒന്ന് വിശ്വസിക്കടോ എന്ന് സുധീഷ് വിഷമത്തോടെ പറയുമ്പോഴേക്കും, എല്ലാം പിടിക്കപ്പെട്ടിട്ടും എങ്ങനെയാ തനിക്ക് ഇങ്ങനെ ഇന്നസെൻ്റ് ആയിട്ട് പെരുമാറാൻ പറ്റുന്നത്? ശരിയാ, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എങ്ങനെയാണ് വിവാഹം നടന്നത്? പോലീസുകാർക്ക് ആധാർ കാർഡ് കൊടുത്തത് നിങ്ങളല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നത്? ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് നിങ്ങൾ പന്ത് പോലെ തട്ടിക്കളിച്ചത്. ഇത്ര സ്വാർത്ഥതയോടെ ആർക്കും പെരുമാറാൻ പറ്റില്ല. നിങ്ങൾ വായെടുത്താന്നോണം പറയുന്നവനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തെ അതൊന്നും ബാധിക്കുന്നില്ല എന്നതുകൊണ്ട്. പക്ഷേ ഇത് അതുപോലല്ല. എൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഫോണിലിരിക്കുമ്പോഴാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ കയറി ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്നെ പറ്റിക്കും വഞ്ചിക്കുകയൊക്കെ ചെയ്യായിരുന്നല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ, എടോ നിധി, അതങ്ങനെയൊന്നല്ലടോ. സത്യമായിട്ടും എനിക്കപ്പോൾ അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് സുധീഷ് പറയുമ്പോൾ, ഓഹോ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്താൻ വേണ്ടി മാത്രം തനിക്ക് ആധാർ കാർഡിൻ്റെ കാര്യം ഓർമ്മ വന്നല്ലേ? അതാ ഞാൻ പറഞ്ഞത്, തനിക്ക് എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനറിയാതെ എൻ്റെ ആധാർ കാർഡ് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്ത് വിവാഹം നടത്തി. ആ അവസ്ഥയിൽ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിച്ചു. വീട്ടിൽ കല്യാണ പാർട്ടി നടത്തി. നാട്ടുകാർ മുഴുവൻ ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് അറിയിച്ചു. ഒരു ഹോസ്റ്റൽ കിട്ടാൻ ഞാൻ ഈ നാട് മുഴുവൻ കയറി ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ഫോണിൽ ആധാർ കാർഡും വെച്ച് നിങ്ങളെന്നെ കഷ്ടപ്പെടുത്തി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പോകാതിരിക്കാൻ, എന്നെ അവിടെ തളച്ചിടാൻ. അതിനല്ലേ താൻ ഇതൊക്കെ ചെയ്തത് എന്നവൾ ചോദിക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് നിധിക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ എന്നവനും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് നിങ്ങളുടെ വീട്ടിൽ താമസിക്കണം? തൻ്റെ വീട്ടിൽ ജീവിക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ജോലി കണ്ടെത്തി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ തൻ്റെ കൂടെ ജീവിക്കാനൊന്നുമല്ല എന്നൊക്കെ നിധി പറയുമ്പോഴേക്കും, അങ്ങനൊന്നും പറയല്ലേ നിധി എന്ന് സുധീഷും പറയുന്നുണ്ട്. നിങ്ങളിനി വേണ്ടിപ്പോയത് ഡിവോഴ്സ് നടത്താതിരിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്ന് പോലീസിനെ കണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ വിളിപ്പിച്ച് അത് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ നിന്നതല്ലേ നിങ്ങൾ? ഒരു ക്രിമിനലിനല്ലാതെ വേറെ ആർക്കാടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നേ? യു ആർ എ ക്രിമിനൽ. സ്വന്തം കാര്യം നടക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു ക്രിമിനൽ. തന്നെ പോലെ ഒരു ചതിയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട്, പറയടോ, സ്റ്റേഷനിൽ വെച്ച് വിവാഹം എന്നൊരു ഓപ്ഷൻ പറഞ്ഞത് താൻ തന്നെയല്ലേ? പറയടോ എന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, അല്ല നിധി, അതങ്ങനൊന്നല്ല. പോലീസുകാർ വിചാരിച്ചത് നമ്മൾ ലവേഴ്സാണെന്നാ. അതങ്ങനല്ലെന്ന് അവരോട് പറഞ്ഞാൽ ഇയാളുടെ അച്ഛൻ്റെ കൂടെ ഇയാൾ പറഞ്ഞേക്കില്ലേ? അതുകൊണ്ടാണ് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞത്. അവിടുന്ന് ഇയാളെ രക്ഷപ്പെടുത്താൻ എനിക്ക് വേറെ ഒരു വഴിയും കണ്ടില്ല. ഇയാളെ എനിക്ക് അപ്പോഴും ഇഷ്ടമായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു കല്യാണം നടത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലാടോ. ഇയാളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് വേറൊരു വഴിയും കണ്ടില്ല. പിന്നെ അപ്പോഴാണ് ആധാർ കാർഡ് കൊടുത്തത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ലടോ എന്നവൻ പറയുമ്പോഴേക്കും, എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഒരു ഉളുപ്പില്ലാതെ ഇപ്പോഴും ഇങ്ങനെ നുണ പറയാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്നവൾ ചോദിക്കുമ്പോഴേക്കും, നിധിക്ക് സത്യങ്ങളൊന്നും മനസ്സിലാവാത്തോണ്ടാ. അന്ന് ആ കല്യാണം നടന്നില്ലെങ്കിൽ നിധിയുടെ അച്ഛൻ നിധിയെ പിടിച്ചുകൊണ്ടുപോയി ആ ഓസ്ട്രേലിയക്കാരനെ കൊണ്ട് കെട്ടിച്ചേനെ. വിവാഹം കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഇഷ്ടത്തിന് ജീവിക്കാൻ അവർ സമ്മതിച്ചത്. അതുകൊണ്ടാണ് നിധിക്കിപ്പോൾ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാതാണ് നിധി ഇഷ്ടത്തിന് ജോലിക്ക് പോയിരുന്നതെങ്കിലേ അവർ ഉറപ്പായിട്ടും നിധിയെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിധിക്ക് എന്നെ ഉപകാരം ഉണ്ടായിട്ടില്ലേ നിധി? താൻ എന്നെ ഒരു കുറ്റവാളിയായി കാണല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ, കുറ്റവാളി തന്നെയാടോ. സ്വന്തം ജീവിതത്തെ ന്യായീകരിക്കാൻ വേണ്ടി എന്തു പറയുന്ന കുറ്റവാളി? താൻ തൻ്റെ വീടിനെ പറ്റിയും തൻ്റെ കുടുംബത്തെ പറ്റിയൊക്കെ എന്തൊക്കെ നുണകളാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോൾ എനിക്കെല്ലാം മനസ്സിലായപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വാദിക്കാൻ വേണ്ടി ഒരു ഉളുപ്പില്ലാത്തവനാ താൻ. തനി വഞ്ചകൻ. തൻ്റെ മുന്നിൽ നിൽക്കാൻ തന്നെ എനിക്ക് നാണക്കേടാ. ആ താനാ എനിക്ക് പ്രപ്പോസലായിട്ട് വരുന്നേ. കണ്ണെടുത്താന്നോണം മാത്രം പറയുന്ന തന്നെ പോലെ ഒരുത്തനെ ഞാൻ പ്രേമിക്കണം പോലും. തന്നോട് അല്പമെങ്കിലും ഉണ്ടായിരുന്ന അടുപ്പം ഇതോടുകൂടി ഇല്ലാതായി. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവൾ അവനോട് കൈകൂപ്പുന്നുണ്ട്. ഇനിയും തന്ന ഉപകാരങ്ങളുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ വരരുത്. തന്നെ പോലുള്ള ആളുകളെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഡിവോഴ്സാ. ഇനി ആ ഒരു പേര് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നേക്കരുത് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട്, നിധി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിധി എന്നുറക്കെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് സുധീഷും. പിന്നീട് നിധി ഒരു ഓട്ടോയിലും സുധീഷ് സ്കൂട്ടിയിലുമായി വീട്ടിലേക്ക് പോകുന്നുണ്ട്.
അവർ വീട്ടിലെത്തുമ്പോഴേക്കും ഹാളിൽ പായ വിരിച്ച് കിടക്കാണ് സുഭാഷും ഹരീഷും നികേഷും. നിധി അവരെ ഒന്നും നോക്കാതെ നേരെ റൂമിൽ പോയി കഥ കിടക്കുന്നുണ്ട്. സുധീഷും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി വിഷമത്തോടെ മുഖമൊക്കെ കഴുകുകയാണ്. അടുക്കളയിലെത്തിയ സുധീഷും നിധി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുധീഷ് മുഖമൊക്കെ വീണ്ടും കഴുകി ഹാളിലേക്ക് പോവുകയാണ്. എന്തുപറ്റി സുധീഷേട്ടാ എന്ന് ഹരീഷും നികേഷും അവനോടായി ചോദിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് സുധീഷേട്ടാ എന്ന് ഹരീഷും വിളിക്കുന്നുണ്ട്. എന്താടാ എന്ന് അവൻ ചോദിക്കുമ്പോൾ പറഞ്ഞില്ലേ എന്ന് ഹരീഷും ചോദിക്കുകയാണ്. ഇല്ല, അതിന് സമയം കിട്ടില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഇത്ര നേരം എടുത്തിട്ടും സമയം കിട്ടിയില്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഇല്ല, അത് പറയാനുള്ള സമയം കിട്ടിയില്ല എന്ന് സുധീഷ് പറയുമ്പോൾ പിന്നെ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ചുമ്മാ സംസാരിച്ചിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇതിനാണോ ഇത്ര ബിൽഡപ്പൊക്കെ കൊടുത്ത് പോയത്? ഇന്നെന്തായാലും എല്ലാം ഓപ്പണായിട്ട് പറയുന്നത് സുഭാഷ് ഏട്ടനോട് തള്ളി വെച്ചേക്കുമായിരുന്നു. ചേ, ഞാൻ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞ് നികേഷ് കിടക്കുന്നുണ്ട്. സുധീഷ് അവരുടെ അടുത്ത് വന്ന് കിടക്കുമ്പോഴേക്കും സുഭാഷും അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞവൻ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അല്ല കഴിച്ചു എന്ന് സുഭാഷിനോട് പറയുന്നുണ്ട്. പോണ പോക്ക് കണ്ടപ്പോൾ ഇന്നെന്തായാലും പറയുന്ന ഞാൻ കരുതിയത് എന്ന് ഹരീഷ് പറയുമ്പോൾ വിടടാ, അവന് സമയമായില്ല എന്ന് തോന്നിക്കാണും. സമയമാകുമ്പോൾ അവൻ തന്നെ പറഞ്ഞോളും. നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്കി എന്ന് സുഭാഷ് പറയുമ്പോൾ അവർ രണ്ടുപേരും ഉറങ്ങാൻ തുടങ്ങുന്നുണ്ട്. സുഭാഷ് സുധീഷിനെ നോക്കുമ്പോഴേക്കും സുധീഷ് പൊട്ടിക്കരയാൻ തുടങ്ങാണ്. പൊട്ടിക്കരയാനൊരുങ്ങുന്ന സുധീഷിനെ നോക്കിക്കൊണ്ട് കിടക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങൾ